അയ്യോ, കബീറിന്റെ ദോഹ ഇപ്പോൾ കഴിഞ്ഞു. ഗുരുദാസ് ജി ആ ദോഹയുടെ ഓരോ വരികൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ രണ്ട് ഘടകങ്ങളാണ് അതിനകത്ത് പ്രാധാന്യമായിട്ട് ഉള്ളത് എന്ന് മനസ്സിലാവും. ഒന്ന് മനസ്സിൻ്റെ സ്വാധീനം. രണ്ട് ഹൃദയം, ഹാർട്ട്. ആ കവിതയുടെ എൻഡിൽ ലാസ്റ്റ് വരി തൊട്ട് മുമ്പ് വരെയും മനസ്സാണ് ഡോമിനൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ചോദ്യം ചോദിക്കുന്ന അതേ മനസ്സ് തന്നെ ഉത്തരം നൽകുവാൻ സാധിക്കാതെ അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ ലാസ്റ്റ് നിമിഷം വരെയും ഹാർട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ല. എപ്പോഴാണോ ആ ഹാർട്ട് വർക്ക് ചെയ്യുന്നത്, ആ കവി അതിൽ പറയുന്നത് നീ ഹാർട്ടാണ് വർക്ക് ചെയ്യേണ്ടത്, അപ്പോൾ ചോദ്യം നിലയ്ക്കും. ഒരു സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്താണ് മൈൻഡെന്നും എന്താണ് ഹാർട്ട് എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്കൊരു വ്യക്തിയോടോ വസ്തുവിനോടോ സ്നേഹം തോന്നുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ഹാർട്ടാണ് അത് വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് ഹാർട്ടല്ല, നമ്മുടെ മനസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ചിന്ത അപ്പോഴെന്താ വരുന്നത്? അവിടെ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഹാർട്ടാണെന്നോ. കാരണം ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, സ്നേഹമാണ് ഈശ്വരൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ മനസ്സാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും യഥാർത്ഥ ഒരു ആധ്യാത്മിക ബോധം വന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഹാർട്ടിൻ്റെ പ്രവർത്തനം, എന്താണ് മനസ്സിൻ്റെ പ്രവർത്തനം തിരിച്ചറിയാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറയാം. ഒരു കൊച്ചു കുഞ്ഞ് സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ആ കുട്ടിയെ ഉപദേശിക്കുകയാണ്. ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ആരോടും വഴക്ക് കൂടരുത്, ആരെയും അടിക്കരുത്, എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഈ കുട്ടി ഇതെല്ലാം കേട്ടിട്ട് എല്ലാവരോടും നല്ലതായിട്ട് സ്നേഹത്തോടെയും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറയാണ്, ഉപദേശിച്ച് വിടുകയാണല്ലോ. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ഈ കുട്ടിയുടെ കയ്യിലുള്ള സ്കെച്ച് പെൻ അതിൻ്റെ കളറൊക്കെ തീർന്ന് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ സ്കെച്ച് പെന്നിൻ്റെ മഷിയെല്ലാം തീർന്നു പോയി, നാളെ ഡ്രോയിങ് ക്ലാസ് ഉണ്ട്, അപ്പോൾ എനിക്ക് പുതിയ സ്കെച്ച് പെൻ വേണമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, അത് സ്കെച്ച് പെന്ന് വാങ്ങിച്ചു തന്നിട്ട് നിനക്ക് ഒരാഴ്ച പോലും ആയിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തീർന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ അടുത്തിരുന്ന കുട്ടികൾ കുറേ പേര് സ്കെച്ച് പെൻ കൊണ്ടുവന്നിട്ടില്ല, അപ്പം ഞാൻ എൻ്റെ സ്കെച്ച് പെന് കൊടുത്തു, അങ്ങനെയാണ് ഇത് തീർന്നു ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടി വാങ്ങിച്ചു തന്നതാണ്, ഇത് നീ മാത്രം ഉപയോഗിച്ചാൽ മതി, നീ ഇത് ആർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി കൺഫ്യൂഷനായിപ്പോയി. തലേദിവസം എന്താ പറഞ്ഞത്? എല്ലാവരോടും സ്നേഹത്തോടും സഹകരിച്ചൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി ഈ പേനയൊക്കെ കൊടുത്തത്. പക്ഷേ ഇതേ അച്ഛൻ തന്നെയാണ് പറയുന്നത് എന്താണ്, ഇത് നിനക്ക് തന്നത് നീ മാത്രം ഉപയോഗിച്ചാൽ മതി, നീ ആർക്കും ഇത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ വരെയാണ്. അവിടെ ഈ അച്ഛൻ ഹാർട്ടാണ് ഉപയോഗിച്ചത്, മൈൻഡാണ് ഉപയോഗിച്ചത്? കുട്ടി എന്താ ഉപയോഗിച്ചത്? മൈൻഡാണ് ഉപയോഗിച്ചത്, ഹാർട്ടാണ് ഉപയോഗിച്ചത്? അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടി വരും, നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ മൈൻഡ് ഉപയോഗിക്കുന്നു, ഏതൊക്കെ സാഹചര്യത്തിൽ ഹാർട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ട് ഉപദേശങ്ങളെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അതെല്ലാം മനസ്സിൻ്റെ ഇഷ്ടങ്ങളാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചിട്ടാണ്
ഈ മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാത്തത് എന്തുകൊണ്ട്? നമ്മൾ നമ്മളെ നിരീക്ഷിക്കുന്നില്ല. എന്നിൽ നടക്കുന്ന പ്രവൃത്തി, എൻ്റെ മനസ്സിൻ്റെ ചിന്തകളുടെ ആ പ്രവർത്തനം ഞാൻ നിരീക്ഷിക്കുന്നില്ല. ഞാൻ നിരീക്ഷിക്കുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്തോന്നാണ്? ഞാൻ ഈ നിമിഷത്തിലല്ല. അപ്പം ആ നിമിഷത്തിൽ ഞാൻ എവിടെയായിരുന്നു? ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ മനസ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഈ നിമിഷത്തിൽ എന്നിലല്ല. അതുകൊണ്ട് മനസ്സിൻ്റെ പ്രവർത്തനം അറിയില്ല, മനസ്സ് ചിന്തിക്കുന്ന അറിയില്ല. നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ്, അത് നമ്മൾ അറിയുന്നില്ല. ഇപ്പം ധ്യാനം ശരിക്കും എന്താ ചെയ്യിപ്പിക്കുന്നത്? നീ നിന്നെ നോക്കാനേ പറയുന്നുള്ളൂ. അല്ല വേറൊന്നും ചെയ്യണ്ട, നീ നിന്നെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇപ്പം ഞാൻ എന്നെ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ എന്തിനെയാണ് ശ്രദ്ധിക്കുന്നത്? എൻ്റെ മനസ്സിനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, മനസ്സിൻ്റെ ചലനത്തെയാണ് ശ്രദ്ധിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു ധ്യാനം ശീലിക്കുന്ന ഒരു സാധകൻ, ആ സാധകൻ ഒരിക്കലും എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുഹൃത്ത് പറഞ്ഞു, എൻ്റെ വയലിൻ എനിക്കൊന്ന് നന്നാക്കാനുണ്ട്, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, നീ പോയിട്ട് വരും, ഞാൻ ഇവിടെ ഇരിക്കാം. ഇപ്പോൾ വയലിന് എന്താ പറ്റിയത്? അത് വയലിൻ്റെ കമ്പി ഉണ്ടല്ലോ, ഈ കമ്പി വളരെ ടൈറ്റാണ്. അപ്പോൾ അതിനൊന്ന് ലൂസാക്കണം, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ശരി, നീ പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പോയി ആ വയലിൻ്റെ കമ്പിയെല്ലാം കറക്റ്റാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അത് ഇപ്പം പ്ലേ ചെയ്തപ്പോൾ വളരെ നല്ലതായിട്ട് അത് പ്ലേ ചെയ്യുന്നുണ്ട്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലത്തെ ഈ സുഹൃത്ത് വീണ്ടും പറയും, ഞാൻ ആ വയലിൻ നന്നാക്കുന്നിടത്ത് പോയിട്ട് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഇതിൻ്റെ കമ്പി വളരെ ലൂസായിട്ടിരിക്കുകയാണ്, അപ്പോൾ അതിനൊന്ന് ടൈറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ സുഹൃത്ത് ചോദിച്ചു, താങ്കൾ അന്ന് പറഞ്ഞത് ടൈറ്റ്നെസ് പാടില്ല, അത് ലൂസാക്കിയാലേ സംഗീതം വരുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം താങ്കൾ പറയുന്നു ഇതിപ്പോൾ ലൂസായിട്ടിരിക്കുകയാണ്, ഇതിനെ ടൈറ്റ് ആക്കിയാലേ സംഗീതം വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും സംഗീതം വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ടൈറ്റ് ചെയ്യണോ ലൂസ് ആകണോ? അപ്പോൾ ഈ ആൾ പറഞ്ഞു, നീ സംഗീതത്തിനെ പറ്റി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഇത് അധികം ടൈറ്റ് ആവാനും പാടില്ല, ഇത് തീരെ ലൂസ് ആവാനും പാടില്ല, ഇതൊരു മീഡിയത്തിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ അവിടെ സംഗീതം വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ചിന്തിക്കുകയാണ്. ഇദ്ദേഹം പെട്ടെന്ന് തൻ്റെ ഉള്ളിലോട്ടാണ് നോക്കുന്നത്. കാര്യം എന്താണ്? ഞാൻ പലപ്പോഴും ധ്യാനിക്കാൻ ശ്രമിക്കാൻ നേരത്ത് ഒരു കടുംപിടുത്തം പിടിക്കാൻ നോക്കും. ഇന്ന് ഞാൻ മലമറിച്ചിട്ട് വരും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇന്നങ്ങനെ ഇരിക്കും, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വളരെ ടൈറ്റാക്കാൻ നോക്കും. അപ്പോൾ ടൈറ്റാക്കും തോറും എന്ത് പറ്റും? ഒന്നും നടക്കുകയില്ല, കുറേ വേദനകൾ വരും. അതല്ലാതെ വേറെ ഒന്നുമില്ല. ആ ടൈറ്റ്നെസ് അനുസരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വേദന വരും. അതേസമയം നമ്മളെന്ത് പറ്റും? ഒന്ന് ലൂസാവുകയാണ്. ടൈറ്റ് വേണ്ടല്ലോ, ടൈറ്റ് ചെയ്യാൻ പാടില്ലെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ലൂസാകാം. ലൂസാകുമ്പോൾ എന്ത് പറ്റും? അലസത വരും. രണ്ടും പ്രശ്നമാണ്. ടൈറ്റ് ചെയ്താൽ വേദന വരും, ലൂസായി അലസത വരും. അപ്പോൾ എന്താ? മിഡിൽ പാത്തിലോട്ടാണ് പോവേണ്ടത്. മിഡിൽ പാത്തിൽ വരുമ്പോൾ എന്ത് പറ്റും? അവിടെയാണ് സംഗീതം വരുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക താളത്തിൽ നിൽക്കണമെന്നാണ്. ഈ താളം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുന്നത്? മനസ്സിൻ്റെ സ്വാധീനം നമ്മൾ ഗ്രേജ്വലി കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മാത്രമാണ് ഇത് വർക്കൗട്ടാവുന്നത്. നമ്മളൊരു പ്രത്യേക പ്രകൃതിയുടെ ഫ്രീക്വൻസിയിലോട്ട് നമ്മൾ പോകും. കാര്യം മനസ്സിൻ്റെ സ്വാധീനം അവിടെ കുറഞ്ഞായിരിക്കുന്നത്. ആ പ്രകൃതിയുടെ ഫ്രീക്വൻസിയിലോട്ട് പോകുമ്പോഴെന്ത് പറ്റും? ഒരു ഇന്നർ സൈലൻസ് നമ്മളിലോട്ട് വരും. ആ ഇന്നർ സൈലൻസ് നമ്മളിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇന്നർ ബ്യൂട്ടി കുറേ കൂടി കൃത്യമാക്കി തരും. ഇപ്പോൾ ഇന്നർ സൈലൻസും ഇന്നർ ബ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പം ചിന്തിക്കാം, അത് അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടോ? അത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ധ്യാന ശിബിരങ്ങൾ വയ്ക്കുന്നത്.
ഈ ധ്യാന ശിബിരങ്ങൾ എന്താ ചെയ്യിപ്പിക്കുന്നത്? നമ്മളൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ശ്വസനത്തിൽ ശ്രദ്ധിക്കാൻ പറയുന്നു, ഈ നിമിഷം നിൽക്കാൻ പറയുന്നു. ഇത് രണ്ട് മാത്രമേ ചെയ്യിക്കുന്നുള്ളൂ. അതിന് സപ്പോർട്ട് ചെയ്ത് എന്ത് പറ്റുന്നു? നമ്മൾ ചിലപ്പം സംഗീതം ഇടും, എന്തെങ്കിലും മ്യൂസിക് ഉണ്ടാകും. ആ മ്യൂസിക് അല്ലെങ്കിൽ ചിലപ്പോൾ സൈലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രത്യേക വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പാടില്ല, ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യാൻ പാടില്ല. ആ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ ഇൻവോൾവായി നിൽക്കാൻ പറയും. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മൈൻഡ്ഫുൾനെസ്സും ഹാർട്ട്ഫുൾനെസ്സും നമ്മളിലോട്ട് വർക്കൗട്ട് ആകണമെങ്കിൽ ഈ നിമിഷത്തിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം. ഒരു ഉദാഹരണം പറയാം. ഒരു കൊച്ച് കൈക്കുഞ്ഞിനെ കയ്യിലടിച്ചിട്ട് അമ്മ ഇങ്ങനെ ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ടിന് പ്രത്യേക വൃത്തമോ പ്രത്യേക അർത്ഥമോ തത്വചിന്തയോ ഒന്നും ഉണ്ടാവണമെന്നില്ല. കുട്ടി ആ അമ്മയെ നോക്കി ചിരിക്കും, അത് ആസ്വദിക്കും. ഈ കുട്ടി എന്തെങ്കിലും അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ഈ പാട്ട് ആസ്വദിച്ചത്? ഒരിക്കലുമല്ല. തൻ്റെ അമ്മ പാടുന്നു, എനിക്ക് വേണ്ടി പാടുന്നു, ആ കുട്ടി ആസ്വദിക്കുന്നു. അതിനപ്പുറം അതിനകത്ത് വേറെ ഭാഷയുടെ ഒന്നും അവിടെ ഇല്ല. ഭാഷയോ അർത്ഥമോ ചിന്തകൾക്കോ ഒന്നും വലിയ പ്രസക്തിയില്ല. എങ്ങനെയാണോ കുഞ്ഞ് ആ സംഗീതത്തെ റിസീവ് ചെയ്തത് അപ്രകാരം ആയിരിക്കണം ഒരു ധ്യാന ക്യാമ്പിൽ ഒരാൾ ഒരു പാട്ട് സ്വീകരിക്കുക. ആ പാട്ടിൻ്റെ വരിയോ അർത്ഥമോ ഒന്നും നമ്മുടെ തലയ്ക്കകത്തോട്ട് കൊണ്ടുവരരുത്. പക്ഷേ ഞാൻ എൻ്റെ കാതുകൊണ്ട് ഈ പാട്ട് ശ്രവിക്കുന്നു, ആ പാട്ട് ഞാൻ കേൾക്കുന്നു എന്നുള്ള 100% ജാഗ്രതയിൽ അതിനെ റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളിലൊരു ആനന്ദം വരും. ഈ ആനന്ദം നമ്മൾ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്റ്റെപ്പ് വയ്ക്കും. പാദങ്ങളും കൈകളും അറിയാതെ ചലിക്കും. മ്യൂസിക്കിനെ നമ്മൾ അങ്ങനെ റിസീവ് ചെയ്യുന്നത് കൊണ്ടാണ്. അത്തരം ഒരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ കടന്നു പോകുവാനുള്ള ഓരോ സെക്ഷൻസുകളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്.